പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് എറണാകുളത്താണ്. ഇന്ന് നമ്മൾ കന്യാകുമാരിക്ക് പോകാം കേട്ടോ. നമ്മുടെ പരശുറാം എക്സ്പ്രസ്സിന് കയറി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. നമുക്ക് സ്റ്റേഷനകത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ സ്റ്റേഷന് മുൻവശത്താണ് ഉള്ളത്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിനോട് വന്നിരിക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ശബരി എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ സ്റ്റേഷൻ്റെ അകത്ത്. അവിടെ നാഗർകോവിലിൽ നിന്ന് കാണിക്കുന്നത്. നമ്മുടെ വണ്ടി കന്യാകുമാരി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് പ്ലാറ്റ്ഫോം 2 പോകാം കേട്ടോ. എറണാകുളം ടൗൺ മുതൽ കന്യാകുമാരി വരെ ഒരാൾക്ക് 110 രൂപയാണ്. 310 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ മേടിച്ചു. സ്നാക്സാണ് മേടിച്ചത്. ഹെവി ഫുഡ് ഒഴിവാക്കുകയാണ്. മൊത്തം 40 രൂപയായി. ഇപ്പോൾ ഞാനുള്ളത് പ്ലാറ്റ്ഫോം 1 നമുക്ക് പ്ലാറ്റ്ഫോം 2 പോകണം. അവിടെ നമ്മുടെ വണ്ടി വരുന്നത്. നമുക്ക് FOB വഴി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം 2 വന്നപ്പോഴത്തേക്കും നമ്മുടെ ശബരി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. വൈകിട്ടൊരു 6 മണി റേഞ്ചിലത് തിരുവനന്തപുരം എത്തും. നമുക്ക് ഒരു ഈറോഡ് ഷെഡിൻ്റെ പ്ലാറ്റ്ഫോറാണ്. ജനറലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ഇതിനോട് 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. ഇത് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. തിരുപ്പതി സെക്കന്ദരാബാദ് തിരുവനന്തപുരം. അങ്ങനെ തിരുപ്പതിയും സെക്കന്ദരാബാദും തിരുവനന്തപുരം പോകട്ടോ. ശബരി ഇവിടെ നിന്ന് ഇട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് സ്റ്റോപ്പിലാണ് ശബരി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ശബരി എറണാകുളം ടൗണ് വിട്ടിരിക്കുകയാണ്. ഇത് കോട്ടയം വഴി വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും കേട്ടോ. പരശുറാം ഇപ്പോൾ അങ്കമാലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ശബരിക്ക് അത്യാവശ്യം ആൾക്കാരോടൊന്നും കയറാണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, പ്ലാറ്റ്ഫോം അത്യാവശ്യം കാലിയായി. അങ്ങോട്ടേക്കും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് വരുന്നുണ്ട്. അതിന് അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിൻ 1:50 ചെറിയ ഡിലേ ഉണ്ട്. എനിക്കാണ് 2 മണിയായി കഴിയുമെന്ന് തോന്നുന്നു ഇവിടെ എത്താറുണ്ട്. നമ്മുടെ വണ്ടിയുടെ കോച്ചിൻ്റെ പൊസിഷനുണ്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ മുൻവശത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നേത്രാവതി വരുന്നുണ്ട് കേട്ടോ. ഓൺ ടൈമാണ് വണ്ടി. ഇവിടെ സ്റ്റോപ്പിൽ സ്കിപ്പ് ചെയ്ത് പോകണം. ലോകമാന്യ തെരുവ് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്. വിജയകോട്ടയുടെ വാക്സാനാണ് ലോക്കോ. എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ വഴി വൈകിട്ട് 6:20 തിരുവനന്തപുരം സെൻട്രലിൽ എത്തും കേട്ടോ വണ്ടി. എറണാകുളം ടൗൺ നെയിം ബോർഡ് ഇവിടെ ഉണ്ട്. പുറകിൽ മെട്രോയുടെ പാലമുണ്ട്. മെട്രോ ഒന്നും വരുന്നില്ല ഈ സമയത്ത്. ഇതിവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടക്കുകയാണ്. അമൃത് ഭാരത് സ്കീമിൻ്റെ പ്രമാണിച്ചാണ് പുതിയ ബിൽഡിങ് വരുന്നത്. ഇതൊക്കെ പണിതവർക്ക് വേറെ ലെവലായിരിക്കും സ്റ്റേഷനൊക്കെ. ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ഈ സൈഡിൽ തിരക്കില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം തിരിച്ച്. ട്രെയിൻ വരാൻ സമയമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടെ തേരാപ്പാരം നടപ്പ് തന്നെ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, കട്ട പോസ്റ്റ് ആവും നമ്മൾ. അപ്പോൾ വിശന്നിട്ട് കയറുന്നു. നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം. പത്തിരിയും പഴംപൊരിയും ഉണ്ട്. പഴംപൊരി അല്ല, സോഫ്റ്റ് പഴംപൊരി. പത്തിരിയും അടിപൊളി പത്തിരിയായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചു. ലൈറ്റായിട്ട് നമ്മൾ കഴിച്ചത് ഫുഡൊക്കെ എല്ലാം ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ സ്നാക്സ് കഴിച്ചത്. മീൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ട്രെയിൻ പോകുന്നത് കോട്ടയം വഴിയാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. ഇതേതാ വണ്ടി നോക്കട്ടെ. ധൻബാദ് ആലപ്പുഴ. ഇത് വലിയ ഡിലേ ഒന്നുമില്ല കേട്ടോ. റോയറത്തിൻ്റെ വാക്സാനോണ്ടല്ലോ. അപ്പോൾ എന്തുവാ ഇത്? ആ കോച്ചൊന്നും കഴുകാറില്ല കേട്ടോ. കറുത്തി ഇരുണ്ടിരിക്കുന്നു. കരിഞ്ഞ കോച്ച്. ഇന്ന് വെള്ളം കണ്ടിട്ട് നാളുകളായെന്നാണ്. അത് പുറകോട്ടുമുണ്ട്. ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായി. അല്ല, അയ്യോ അഴുക്ക കോച്ച്. കരി പിടിച്ചിട്ട് അതിന് ഈ കോച്ചൊക്കെ ഉണ്ട്. പിന്നെ പൊന്നോ, എന്താണ് ഇന്ത്യൻ റെയിൽവേ ഇത്? ട്രെയിനൊക്കെ വൃത്തിയാക്കി ഇടണ്ടേ?
ഇതും കൂടെ സ്കിപ്പ് അടിച്ച് പോവാം കേട്ടോ. അയ്യോ ഇന്നത്തെ യാത്രയുടെ അവസ്ഥ പഞ്ചോകം തന്നെ. അങ്ങനെ ധൻബാദ് ആലപ്പുഴ പോയി. ഇപ്പോൾ അത്യാവശ്യം തിരക്കായി. നമ്മുടെ വണ്ടിക്ക് കയറി പോകണം കേട്ടോ ഈ ആൾക്കാരൊക്കെ. മിക്കവാറും തിരക്ക് കൂടുമെന്ന് നമ്മുടെ വണ്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക്. ഒരു വണ്ടി വരുന്നുണ്ട്. ഇതേ വണ്ടി ഓഹോ മംഗളം എറണാകുളം സർവീസ് മതി. ഇത് 1:25 എറണാകുളം വിട്ടാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. ഇന്നത്തെ വണ്ടി നല്ല ക്ലീൻ കോച്ചാണ്. ഓക്കെ, അത് വെട്ടിത്തിറങ്ങുന്ന MSP കോച്ചാണ്. തുക്ലക്കാബാദിൻ്റെ ഒരു വാക്സിനാണ് ടൈറ്റിൽ. അപ്പോൾ ഡൽഹി ലക്ഷ്യമാക്കി പോകുന്ന വണ്ടിയാണ്. അടുത്ത ദിവസം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് സർവീസ് സമിതി എത്തോട്ടും. അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ വണ്ടി. പരശുറാം എക്സ്പ്രസ്. ഇത് രാവിലെ 5 മണിക്ക് മംഗലാപുരത്ത് വിട്ട വണ്ടിയാണ്. അയ്യോ ഈ വണ്ടിയിലൊക്കെ യാത്ര ഒരവസ്ഥ എൻഡ് ടു എൻഡ് ഒരു ദിവസം പോക്കും. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട് ഇപ്പോൾ. ഇവിടെ നല്ല തിരക്കാട്ടോ. നോക്കി, ഇതെല്ലാം ഈ ആൾക്കാരുള്ള ഈ വണ്ടി കയറാനുള്ള സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. WF4 ആണ് കേട്ടോ. ഈ റോഡ് ഷെഡിൻ്റെ WF4 ആണ് ലോക്ക്. നല്ല തിരക്കുണ്ട് കേട്ടോ. അയ്യോ ഹൗസ്ഫുള്ളാണ് വണ്ടി. സീറ്റ് പിടിക്കണം കയറിയകത്ത്. ഇനി ശരിയാവില്ല. ഭാഗ്യത്തിന് വിൻഡോ സീറ്റിനെ കിട്ടി. വണ്ടി ഇപ്പോൾ എടുക്കപ്പെടുന്നു. നമ്മളെ കോച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അത്ര ഹൗസ്ഫുള്ളല്ല. പുറകിലത്തെ കോച്ചിലെ ആൾക്കാർ കൂടുതൽ കയറിയത്. വണ്ടി ഇപ്പോൾ ഇവിടെ നിൽക്കും. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ പരശുറാം എക്സ്പ്രസ് എറണാകുളം ടൗൺ വിട്ടിരിക്കുകയാണ്. ദീർഘമായ യാത്രയാണ് കേട്ടോ. നമ്മൾ രാത്രി ഏകദേശം ഒരു 9:15 റേഞ്ചിൽ കന്യാകുമാരി എത്തത്തുള്ളൂ. പുറത്ത് നല്ല വെയിലാട്ടോ, നല്ല ചൂടാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ എറണാകുളം ടൗണിനോട് വിടാം. വീണ്ടും കാണാം. അപ്പുറത്തെ ട്രാക്ക് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കാണ്. നമ്മളിപ്പോൾ കോട്ടയം റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എറണാകുളം മാർഷൽ യാർഡാണത്. റേക്കൊക്കെ ഇടപെട്ടിവിടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവിടുന്നുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ പുറപ്പെടുന്ന വണ്ടിയിലൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കുന്ന ഈ യാർഡിൽ നിന്നാണ്. അങ്ങനെ പരശുറാം എക്സ്പ്രസിൻ്റെ എറണാകുളം ടൗണിനായിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് തൃപ്പൂണിത്തുറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സൈഡിൽ കാണുന്നത് തൃപ്പൂണിത്തുറ മറ്റേ മെട്രോയുടെ ടെർമിനലാണ് കാണുന്നത്. ആ ഭാഗത്ത് പ്ലാറ്റ്ഫോമിൽ ഭാഗത്തൊന്നും ആരും ഇല്ല കേട്ടോ. അവിടെ നിന്ന് എറണാകുളത്തിൻ്റെ ആൽപ്പ പോകുന്നുണ്ട് ഓഫീസറായിട്ടായിട്ട്. ടിപ്പ് ഇവിടെ നിൽക്കും. അങ്ങനെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ്. സ്റ്റേഷനിലൊക്കെ ഒരു മെയിൻ ബിൽഡിംഗ് ഭാഗമൊക്കെ വരുന്ന ഇതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറയും കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് പിറവൂർ റോഡാണ്. അങ്ങനെ പിറവൂർ റോഡ് സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ വണ്ടി കയറാനായിട്ട്. അങ്ങനെ ഒരുവിധത്തെ സ്റ്റോപ്പിന് ശേഷം പിറവൂർ റോഡിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഏറ്റുമാനൂർ.
ഏതൊരു വണ്ടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റുമാനൂർ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ വണ്ടി കയറാനായിട്ട്. അങ്ങനെ 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ഏറ്റുമാനൂരിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കോട്ടയം. ഇപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. ഏറ്റുമാനൂർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് മനസ്സിലേക്ക് വരുന്നത്. കാരണം ഞാൻ പഠിച്ചത് ഏറ്റുമാനൂർ മംഗളം കോളേജിലാണ്. അങ്ങനെ അക്ഷരനഗരിയായ കോട്ടയത്തേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്റ്റേഷനിപ്പോൾ എത്തും. അത് കാണുന്നത് നമ്മുടെ നാഗമ്പടം റെയിൽവേ സ്റ്റാൻഡാട്ടോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് നാൾ നമ്മൾ വീട്ടിലോട്ട് ബസ് കയറി പോയിട്ടാണ്. കാണുമ്പോൾ നൊസ്റ്റാൾജി വരുന്നുണ്ട്. കോട്ടയത്ത് ഇവിടെ വണ്ടി എത്തിയിരിക്കുകയാണ്. വണ്ടി വലിയ ഡിലേ ഒന്നുമില്ല കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഡിലേ ആവും. സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിംഗ് ഒക്കെ വരുന്ന ഈ ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ആയിരം എക്സ്പ്രസ് വരുന്നുണ്ട്. അതിൻ്റെ തിരക്കൂടെ ഉണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി കയറാണ്ട് ചാടി കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഉത്സാഹം കേട്ടോ. RPF ഉണ്ട്, പേടിയടിച്ചു. അങ്ങനെ 3 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി കോട്ടയം വിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ. കുറച്ച് പേര് ഇവിടെ ഉള്ളൂ. വണ്ടി ഇങ്ങനെ കോട്ടയൊക്കെ വിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര ആ സ്റ്റേഷൻസിലൊക്കെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചങ്ങനാശ്ശേരിയിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ടോ വണ്ടി കയറാനുണ്ട്. ഭയങ്കര തിരക്കാണ്. ഓക്കെ, അയ്യോ ഈ ആൾക്കാരെ ഈ വണ്ടി തന്നെ കയറാണല്ലോ. കയറാൻ വണ്ടി ഫുള്ളാവും. അങ്ങനെ 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ട്. ഞാൻ നോക്കാം. തിരക്കില്ല, തിരക്ക് കുറവാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൺ ടൈം ആണ് കേട്ടോ. വലിയ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തിരക്കുണ്ട് കേട്ടോ വണ്ടി കയറാനായിട്ട്. ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ വശത്താണ് കേട്ടോ. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂരും കോട്ടയം. ചെങ്ങന്നൂരാണ് മെയിനായിട്ട് ആശ്രയിക്കുന്നത്. കാരണം
ചെങ്ങന്നൂരിൽ നിന്ന് ഒരു 93 കിലോമീറ്റർ ഉള്ളൂ പമ്പയ്ക്ക്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സീസൺ ടൈമിൽ നമുക്ക് ബസ് കിട്ടും. ഇഷ്ടംപോലെ KSRTC ബസ്സുകൾ ഇവിടുന്ന് ഉണ്ട് കേട്ടോ. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഏതൊരു വണ്ടി വരുന്നുണ്ടോ നോക്കാം. അത് കൊല്ലം കോട്ടയം തമ്മുമാണ് കേട്ടോ. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് മാവേലിക്കര. ട്രെയിൻ അങ്ങനെ മാവേലിക്കര സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി കയറാനായിട്ട്. അങ്ങനെ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം മാവേലിക്കരയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി പുതിയ USB കോച്ചാണ് കേട്ടോ അപ്പോൾ വണ്ടിക്കുള്ളത്. നമ്മുടെ വണ്ടി ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കായങ്ങളെ ലക്ഷ്യമാക്കി. അങ്ങനെ കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി കയറാൻ പോവാണ്. അപ്പുറത്ത് വരുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ സൈഡിൽ വരുന്ന ട്രാക്കാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കായംകുളം ജംഗ്ഷൻ നമ്മൾ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചെന്നൈ മെയിൽ വരാറുണ്ട്. അതിന് അനൗൺസ്മെന്റ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം MGR സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ, ചെന്നൈ മെയിൽ. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതാ പോകുന്നു നമ്മുടെ ചെന്നൈ മെയിൽ. ഇത് ഭയങ്കര ലെജൻഡറി വണ്ടിയാണ് കേട്ടോ. കായംകുളം ടൗണൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളി. നമ്മളൊരു ക്രോസോൺ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിക്കാൻ. അങ്ങനെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൺ ടൈം ഉണ്ട്, വലിയ ഡിലേ ഒന്നുമില്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊന്നും ആരും ഇല്ല കേട്ടോ. നമ്മളെ വണ്ടി വന്നത് പ്ലാറ്റ്ഫോം 2-ലാണ്. കുറച്ച് പേരേ ഉള്ളൂ. സ്റ്റേഷനിലേക്ക് ഒരു മെയിൻ ബിൽഡിംഗ് പോകാൻ വരുന്ന ആ ഭാഗത്താണ് കേട്ടോ. അങ്ങനെ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം കരുനാഗപ്പള്ളി നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി ശാസ്താംകോട്ടയിലൊക്കെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ശാസ്താംകോട്ടയിലെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കൊല്ലം ജംഗ്ഷൻ.
കമ്പാർട്ട്മെൻറ്റിനെ ഫുള്ളായിരിക്കുകയാണ്. ഭയങ്കര തിരക്കോട്ടോ അതിനകത്തൊക്കെ. നമ്മളങ്ങനെ മൺട്രോത്തുരുത്ത് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റേഷനെത്തി. മൺട്രോത്തുരുത്ത് കേരളത്തിലെ ഏക ഐലൻഡ് റെയിൽവേ സ്റ്റേഷനാണ് മൺട്രോത്തുരുത്ത്. നമ്മളെടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ആ തുരുത്തിൻ്റെ ഭംഗി എടുത്ത് പറഞ്ഞാൽ മതിയാവുള്ളൂ. ഭയങ്കര ഭംഗിയാണ്. എന്താ പറയുക, അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ കൂടുതലായിട്ടും. അഷ്ടമുടിക്കായൽ. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പോകാനുണ്ട്. അങ്ങനെ കൊല്ലം ജംഗ്ഷനിലോട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനായി. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ. ഏത് വണ്ടിയത്? ഏത് വണ്ടിയാന്ന് നോക്കാവേ. ഇത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മൈസൂർ വണ്ടിയാണ്. അത് പണ്ടത്തെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിന് ജനറലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ വലിയൊരു കർവാണ് കേട്ടോ. ട്രെയിനിൻ്റെ ട്രാക്ക് അങ്ങനെ ഒരച്ചൊന്നും ഒച്ച നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അത് ഗൂഗിൾ മാപ്പ് നോക്കി മനസ്സിലാവും കേട്ടോ. ട്രെയിനിൽ യൂട്ടേൺ അടിച്ചാണ് പോകുന്നത്.
അങ്ങനെ പരവൂർ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പുറത്തോട്ട് റേക്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഹസർ നിസാമി സൂപ്പർഫാസ്റ്റിൻ്റെ റേക്കാണ്ട് അവിടെ കിടക്കുന്ന MG റേക്ക്. നമുക്ക് ഈ കൊല്ലം തിരുവനന്തപുരം റൂട്ടിലേക്ക് ഇതുപോലത്തെ സ്റ്റേഷൻസിലൊക്കെ കാണാൻ പറ്റും. ഇതുപോലത്തെ റേക്ക് കൊണ്ട് ഇട്ടേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. രണ്ടുപേരുടെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് പരവൂർന്ന്. അടുത്ത സ്റ്റോപ്പ് വർക്കല. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരോട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വർക്കല ശിവേരി സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയോട് വന്നിരിക്കുകയാണ് വർക്കല ശിവേരിയിൽ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി വർക്കല വിട്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തിരുവനന്തപുരത്ത് മിക്കവാറും ഈ ട്രെയിനായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോവുക. ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഈ വണ്ടിക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് ഈ വണ്ടിയായിട്ട് എനിക്ക്. വണ്ടി അങ്ങനെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ നിന്ന് വിട്ടു. നമുക്ക് ഇപ്പുറത്തെ ദിവസത്തെ ഒരു എമർജൻസി വിൻഡോ സീറ്റ് കിട്ടിയുകൊണ്ട് നമ്മൾ ഇവിടേക്ക് മാറിയിരുന്ന കേട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്തൊക്കെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ടെക്നോ പാർക്കൊക്കെ പോകാനായിട്ട് ഇവിടെ ഇറങ്ങുന്നതാണ് എളുപ്പം. സെൻട്രൽ ഇറങ്ങി ഒരുപാട് തിരിച്ചും ഇവിടെ വരേണ്ടി വരും. അപ്പോൾ കഴക്കൂട്ടം ഇറങ്ങിയാലും മതി. ഈ വണ്ടിക്ക് നമ്മുടെ സ്റ്റോപ്പുണ്ട്. വണ്ടി ഇങ്ങനെ തിരുവനന്തപുരം നോർത്ത് സ്കിപ്പ് ചെയ്യാണ്. അഥവാ പണ്ടത്തെ കൊച്ചുവേളി. ഇവിടെ അത്യാവശ്യം റേക്കൊക്കെ കിടപ്പുണ്ടല്ലോ. ലോങ് ഡിസ്റ്റൻസ് വണ്ടിയുടെ റേക്കാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇഷ്ടം പോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ പുറപ്പെടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ. നമ്മൾ അങ്ങനെ അടിച്ച് പിന്നിച്ച് സ്കിപ്പ് ചെയ്യാണ്.
നമ്മുടെ വണ്ടി ഇങ്ങനെ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പാണ് തിരുവനന്തപുരം സെൻട്രൽ. അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി കയറിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. തിരുവനന്തപുരം സെൻട്രൽ. നമുക്ക് രാത്രിത്തെ ഫുഡ് മേടിക്കട്ടെ ഇവിടെ നിന്ന്. ഈ ഭാഗത്തേക്ക് അത്യാവശ്യം തിരക്കുണ്ടല്ലോ. ഏതൊക്കെയോ വണ്ടി വരാനുണ്ടെന്നോ അതിൻ്റെ തിരക്കാണ് അവിടെ. നമ്മൾ രാത്രി കഴിക്കേണ്ട ഫുഡ് മേടിച്ചിരിക്കുകയാണ്. ചപ്പാത്തി വെജ് കറി, 4 ചപ്പാത്തി വെജ് കറി 80 രൂപ. 5 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ. ഞാണെങ്കിൽ ഫുള്ളി ഇരുട്ടാണ്. നമുക്കിങ്ങനെ ഇത് നോക്കാം, അങ്ങനെ മാക്സിമം ഷൂട്ട് ചെയ്യാം. പക്ഷെ ഭയങ്കര ഇരുട്ടായിരിക്കും അങ്ങോട്ടേക്ക്. ട്രെയിൻ അങ്ങനെ നെയ്യാറ്റിക്കര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊന്നും ആരും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാനേ ആൾക്കാരുണ്ടാവും. കയറാനൊക്കെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇറങ്ങാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നെയ്യാറ്റിൻകരയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി കേട്ടോ. നമ്മുടെ കമ്പാർട്ട്മെൻറ്റൊക്കെ അത്യാവശ്യം കാലിയായി. ഇനി അങ്ങോട്ടേക്ക് ആൾക്കാർ ഇറങ്ങത്തുള്ളൂ, കയറാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കേരളത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ പാറശാലയിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതൊരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ, പാസഞ്ചർ ആണെന്ന് കേട്ടോ. അങ്ങനെ പാറശാലയിൽ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകാൻ കേട്ടോ. നമ്മൾ കേരള ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കുളുത്തറ സ്റ്റേഷൻ ഇപ്പം എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ കുളുത്തറ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ആദ്യ സ്റ്റോപ്പാണ് വണ്ടിയുടെ. ഇവിടെയാണ് സ്റ്റേഷൻ്റെ മെയിൻ ഭാഗമൊക്കെ വരുന്നത്. ഇവിടെ ഒന്നും ആരും ഇല്ല സത്യം പറഞ്ഞു. ഈ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങാനുണ്ടാവുള്ളൂ. ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം കുളുത്തറയിൽ നിന്ന് വണ്ടി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാം കേട്ടോ. അടുത്ത സ്റ്റോപ്പ് എറണിയ. ഇതാണ് ഫുഡ്, ചപ്പാത്തി വെജ് കറി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ മോശമൊന്നും പറയാൻ പറ്റില്ല, നല്ലതൊന്നും പറയാൻ പറ്റില്ല. ഉള്ള പോലെ പറയണമല്ലോ. അങ്ങനെ നമ്മൾ എറണിയൽ സ്റ്റേഷനിലേക്ക് ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ എറണിയൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തൊന്നും ആരും ഇല്ല കേട്ടോ പ്ലാറ്റ്ഫോമിൻ്റെ. അതവിടെ കുറച്ച് പേരുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ഇറങ്ങാനുണ്ട് അവിടെ കൂടെ. വണ്ടി ഇങ്ങനെ എറണിയൽ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ റോഡൊക്കെ ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷനാണ്. വണ്ടി അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെ ഏതോ വണ്ടിയൊക്കെ പുറപ്പെടാനുണ്ടെന്ന് തോന്നുന്നു ഈ സമയത്ത്. അങ്ങോട്ടേക്ക് ജനസാഗരമുണ്ടോ. അയ്യോ ഭയങ്കര തിരക്കാണ്. ഈ
എനിക്കാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളൊക്കെ പുറപ്പെടാണെന്ന് തോന്നുന്നു ഈ സമയത്തോടൊക്കെ. പിന്നെ ഇത്ര തിരക്കൊന്നും ഇവിടെ വരത്തില്ലല്ലോ. ഭയങ്കര തിരക്കാട്ടോ അങ്ങോട്ടേക്ക്. അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കാണ് ഈ ഭാഗത്തൊക്കെ, ഭയങ്കര തിരക്കാട്ടോ. അങ്ങനെ 3 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നാഗർകോവിലിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത തവണ വണ്ടിയുടെ അവസാനത്തെ സ്റ്റേഷനും നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാണ് കന്യാകുമാരി. നാഗർകോവിലിൽ നിന്നൊക്കെ വണ്ടി വിട്ടു. ഇപ്പൊ നമ്മുടെ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ കന്യാകുമാരിയിലേക്ക് ഇപ്പൊ ട്രെയിനിൽ അധികം ആൾക്കാരുണ്ടാവുന്നുള്ള, മിക്കവരും നാഗർകോവിലിൽ തന്നെ ഇറങ്ങി. കുറച്ചുപേര് മാത്രമേ കന്യാകുമാരിയിൽ ഇറങ്ങാണ്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഈ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മനുഷ്യരില്ലേ കോച്ചിനകത്ത്, ഫുള്ള് കാര്യമായി. നമ്മളിപ്പോൾ കന്യാകുമാരി എത്തും കേട്ടോ. ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ കന്യാകുമാരിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി ടെർമിനസ്. അവിടെ ഒരു ബഗ്ഗി കാർ കിടപ്പുണ്ട്. ആ റൈക്ക് എനിക്ക് തോന്നുന്നത് ഐലൻഡ് എക്സ്പ്രസിൻ്റെ റൈക്കാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. നെയിം ബോർഡ് അവിടെ ഉണ്ട്, കന്യാകുമാരി. അത് ഐലൻഡ് എക്സ്പ്രസിൻ്റെ റൈക്ക് തന്നെയാണ് കേട്ടോ. ട്രെയിനോടെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോകണം. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. എന്താ പറയുക, യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഓൺ ടൈം ആയിരുന്നു, അങ്ങനെ ഡിലേ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് സ്റ്റേഷന്റെ വെളിയിലോട്ട് പോകാം. ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഈ ഭാഗത്തേക്ക് ഇനി ട്രാക്കും ഇല്ല, അങ്ങോട്ടേക്ക് ഒന്നുമില്ല. കന്യാകുമാരി ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് എൻഡിലെ ഏറ്റവും അറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇനി സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനൊക്കെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എഴുതിയേക്കുന്നുണ്ടോ, നമ്മൾ ഏറ്റവും അറ്റത്താണല്ലോ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ. സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഭാഗമൊക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. അതാണ് എക്സിറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ആൾക്കാരെ പിടിക്കാനായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. ഇതാണ് സ്റ്റേഷൻ്റെ വെളിയിലത്തെ ഭാഗം. നമ്മൾ സ്റ്റേഷന്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പരശുറാം എക്സ്പ്രസ്സിൽ എറണാകുളം മുതൽ കന്യാകുമാരിയുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ, ദെൻ ബൈ.